പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை പുലരും കാலை പൊഴുதை മുഴുമതയും പിറந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை. Hello friends, this is Amil and Zara from Z Talks. എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അതെ, ഇൻട്രോ പറയാൻ ഇവൻ എന്തിനാ കൂട്ടിയെന്ന് വെച്ചാല് പെണ്ണുങ്ങളൊക്കെ റെഡി ആവുകയാണ്. അവർക്ക് എവിടെ പോകാൻ വേണ്ടി അവർ ഒരു ഉച്ചയാകുമ്പോൾ റെഡി ആകാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ട്, ഇതുവരെ റെഡി ആയി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അവരെ കിട്ടാത്തതുകൊണ്ട് ഇവനെ കൂട്ടി ഇൻട്രോ പറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ പോകാം? നമ്മൾ പുറത്തു പോയി എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ചില്ല് ചെയ്യുന്നു. യെസ്, അതാണ് പരിപാടി. അപ്പോൾ രാകേഷും അജയും നമ്മളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവരാണ് പ്ലാൻ ഇടുന്നിട്ടാ. അപ്പോൾ എവിടെ പോകുന്ന എനിക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് കാണാം. ഗൈസ്, ഇപ്പം നമ്മൾ ഏകദേശം ഒരു 3-4 ദിവസമായി വീഡിയോ ചെയ്തിട്ട്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടായിരുന്നു എന്താ ഇപ്പോൾ വീഡിയോ ഇല്ലാത്തതില്ല. അപ്പോൾ അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇസക്കുട്ടിക്ക് എക്സാം ആണ് അല്ലേ? അതോ യെസ്. അപ്പോൾ പാത്തു ഇസനെ പഠിപ്പിക്കുന്ന തിരക്കിലായിരുന്നു, അതിൻ്റെ ഒരു ഇതിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത്. ഇവനെന്ത് ഇത്ര സീരിയസ് ആയിരിക്കുന്നത്? സീരിയസ് ആയിട്ടുള്ള കാര്യമില്ല. ഭയങ്കര സീരിയസ്. പക്ഷെ എന്തോ പാസ്സാക്കി വിടുന്നല്ലോ പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മളെ മുഖ്യമന്ത്രിയിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിടണം കേട്ടോ. നമ്മളെ വ്ളോഗേഴ്സിന് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ പറയുമ്പോൾ. ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ് പിന്നെയും ഭയങ്കര എളുപ്പം തോന്നുന്നു. കാര്യം കുട്ടികളെ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ട് അങ്ങ് ഇരുത്തിയാൽ മതി. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല, ഉമ്മമാരാണ് കൂടുതൽ പണിയെടുക്കുന്നത്. എന്നിട്ട് ശമ്പളം വാങ്ങുന്നല്ലോ ടീച്ചർ. യെസ്, അപ്പോൾ അമ്മമാർക്ക് കുറച്ച് ഫീസ് ശമ്പളമായിട്ട് കൊടുക്കണം എന്നാണ് നമ്മളൊരു ആവശ്യം അല്ല പത്തോ? ഇങ്ങോട്ട് ചോദിച്ചു വരണ്ട, ആടാ സ്കൂളിൽ പോയി ചോദിക്കുക, എന്നോടല്ല. അപ്പോൾ അതായിരുന്നു നമ്മൾ ചെറിയൊരു കാര്യം, അതായത് നമ്മൾ ബിസി ആവാനുള്ള ചെറിയൊരു കാര്യം അതായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരെല്ലാരും വന്നിട്ടുണ്ട്. അജയ് സ്റ്റീഫൻ, നമസ്കാരം. എന്താണ്? ഓക്കെ ഓക്കെ. ഓക്കെ, ഇവൻ നമ്മൾ ഓൾറെഡി കാണിച്ചല്ലോ അല്ലേ? അത് പാത്തു, നമ്മൾ യമുന വന്നിട്ടുണ്ട്, ഇവ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കാണിച്ചു. ഓക്കെ, അപ്പൊ ഇവരുടെ നമ്മളായിട്ട് വന്നിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ബാങ്കോക്ക് ടൗൺ, പക്ഷേ ദുബായിലാണ് സംഭവം. ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മളെ തായ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അല്ല, ഈ തായ് ആയിട്ടുള്ള ബന്ധം എങ്ങനെ നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ടെ? അതൊരു തായ് വഴിയായിട്ട് വന്ന ബന്ധമാണ്. ഇവന്റെ തായ് വഴിയിലുള്ള ആരോ തായ്ലാന്റുകാരിയായിരുന്നു. എന്താണ് തായ്ലൻഡ് ഫുഡ്? തായ്ലൻഡ് നല്ല അടിപൊളി സ്പൈസി ഫുഡ് സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം കുറേ അടിപൊളി ഡിഫറെന്റ് ആയിട്ടുള്ള കഴിക്കാം നമ്മൾ സാധാരണ കഴിക്കുന്നതിനകത്തുനിന്നും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണ് നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം, എന്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. ആരെ സമീപിക്കാനേ? തായ് ഫുഡോ അത് പറയണം. അതായത് ഭാര്യയുടെ അർത്ഥം മാറിക്കഴിഞ്ഞാൽ വാക്കുകളുടെ ഇത് മാറും. അനുഭവങ്ങളാണ്. ഇവയ്ക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ എന്നെ തന്നെ. എന്റെ എനിക്ക് അതെ ഇവയുടെ അപ്പനെ ഏറ്റവും ഇഷ്ടം. അല്ല, ഭാര്യയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കും. ഭാര്യയുടെ ഇഷ്ടം. ഞാൻ ആദ്യമായിട്ട് തായ് ഫുഡ് കഴിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ സമീൽക്ക എങ്ങടെയും പോകണ്ടേന്ന് വിചാരിച്ചിരുന്നപ്പോ അങ്ങനെ സജസ്റ്റ് ചെയ്താണ് നമുക്ക് ഇങ്ങോട്ട് വരാന്ന്. നീ ട്രൈ ചെയ്തിട്ട് പറയാം. ഒരു 2 വാക്ക് തായ് ഫുഡിനെ പറ്റി. തായ് ഫുഡിനെ പറ്റിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട് മാൾ ഓഫ് എമിറേറ്റ്സ് ഫുഡ് കോർട്ടിന്ന്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. സ്പൈസി ആണ്, എന്നാലും ബാക്കി ഇനി ഇവിടുന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പൊ പാത്തു, എന്താണ് നിന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം, ഞാൻ ഇതുവരെ തായ് ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കാൻ പോകുന്നത്. അതായത് ഇവരെല്ലാരും കൂടെ നമ്മളെ തായ് ഫുഡ് കഴിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നു. കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ടോം യൂം സൂപ്പ് ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ അത് ട്രൈ ചെയ്യണം. ഇസ, നീ തായ് ഫുഡ് കഴിച്ചനാ? ഇല്ലേ? പൊന്നോ, പൊന്നു സൂപ്പിന് വെയിറ്റ് ചെയ്ത് അതെന്തായിരുന്നു പൊന്നു? ഒന്നുകൂടി കാണിച്ച്.
അജയ് നല്ല രസമുണ്ടല്ലേ ഇവരെ അറേഞ്ച്മെന്റ്സ് തന്നെ. അറേഞ്ച്മെന്റ്സ് നന്നായിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട്. ടേബിൾ എത്തിയിട്ട് വേണം കഴിക്കാനായിട്ട്. അതാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. നല്ല തീയെല്ലാം കത്തിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ? അങ്ങനെ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറെ പോസ് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ വന്ന എന്തൊക്കെ ഐറ്റം എന്ന് വെച്ചാൽ ചെമ്മീൻ്റെ എന്തോ ഒരു മഞ്ഞ കളർ ഐറ്റം വന്നിട്ടുണ്ട്, പിന്നെ ഫിഷ് വന്നിട്ടുണ്ട്, ന്യൂഡിൽ, പിന്നെ എന്താ ഇത് നമ്മളെ സാലഡ് പോലെ സംഭവം, പിന്നെ ഫ്രൈഡ് റൈസ്, തായ് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്, പിന്നെ സ്റ്റീം റൈസ് വന്നിട്ടുണ്ട്. ഇത് ടോമിയം സൂപ്പ്, പാത്തു പറഞ്ഞ ടോമിയം സൂപ്പ് വന്നിട്ടുണ്ട്. ഇതെന്ത് സൂപ്പാ? അത് കോക്കനട്ട് മിക്സ് ആയിട്ട് ടോമിയം സൂപ്പ്. അപ്പൊ ഇതാ ഭാഷയില് തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറി. അപ്പൊ എല്ലാരും ഇതാ റെഡി ആയി നിന്നിട്ടുണ്ട്. അജയ്, അപ്പൊ നമുക്ക് റിവ്യൂ പറയാലോ ഓരോന്ന് തന്നിട്ട് പറയാം. നിങ്ങൾ അതിനൊരു സാവകാശം ഉണ്ടായോ? ഓക്കെ, അപ്പൊ തുടങ്ങല്ലോ. പാത്തു എങ്ങനെയുണ്ട് നമ്മളെ ടോമിയം സൂപ്പ്? എങ്ങനെയുണ്ട്? അടിപൊളി സാധനം, ഒന്നും പറയാനില്ല. നല്ല സ്പൈസി സാധനം, കിടിലൻ. നൈസാ? പൊളി. പൊളി, ഒന്നും പറയാനില്ല. അടിപൊളി സാധനം. ഇത് എന്തായാലും ഇവിടെ വരാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോ. നൈസ് എന്ന് വെച്ചാൽ നൈസാണ്. അപ്പൊ മറക്കണ്ട, ടോമിയം സൂപ്പ് അല്ലേ? നല്ല സ്പൈസി, അടിപൊളി സാധനം. അവൾക്ക് കൊടുത്തു നോക്കാം. ആയിരിക്കും. അയ്യോടാ എന്തൊരു സ്നേഹം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഇതും നല്ല സ്പൈസിയാ അല്ലേ? സൂപ്പർ. ഷ്രിംസ് യെല്ലോ കറി അല്ലേ ചെറുപ്പേ? തായ്ലൻഡിൽ പോയി പരീക്ഷിച്ച ആളിനെ കൊണ്ട് എന്നെ നമ്മൾ ഇതിന്റെ ടേസ്റ്റ് പറയിപ്പിക്കും. ആ ഓക്കെ, അപ്പൊ തായ്ലൻഡ് രാജ്യം ഒന്ന് പറഞ്ഞിട്ട്. പോയിട്ടൊന്നുമില്ല. ഇവനെ ഇടയ്ക്കിടയ്ക്ക് തായ്ലൻഡ് പോകാറുണ്ട്, യമുന അറിയാണ്ട്. അത് ഞാനല്ല, അത് അവനാണ്. യമുന അറിയാണ്ട് ഞാൻ എന്തിനാണ് തായ്ലൻഡിൽ പോകുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ഇവ അറിയാതെ എന്നുള്ളതാണ്. അവന്റെ സകല സീക്രട്ടും എനിക്കറിയാം. യമുന അങ്ങനെ നോക്കുന്നേ. ഇനി ഏട്ടൻ അങ്ങനെ പോകാറുണ്ടോന്ന്? സാറില്ല, യമുന ഇടയ്ക്ക് പോകാറുള്ളൂ വല്ലപ്പോഴും. അതും സമീലിക്ക കൂട്ടിട്ടുണ്ടെങ്കിൽ മാത്രം. അതാരും കേട്ടിട്ടില്ല. അതെ. ഇനി ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട് ഈ സാധനം. ഓക്കെ. നല്ല ഇതാണ്, പക്ഷെ സ്പൈസി കുറവാട്ടോ ഇതിനകത്ത്. അല്ല രാകേഷ്, ഈ കളറൊക്കെ കണ്ടിട്ട് നല്ല അല്ല രാകേഷ്, നിന്നോട് നമ്മൾ ആദ്യം മലയാളത്തിലല്ല പറഞ്ഞു ഇത് എല്ലോ കറിയാന്ന്. കറി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പ് കുടിക്കും പോലെ കോരി കുടിക്കല്, അതിന്റെ കൂടെ തിന്നാനല്ലോ കുറെ റൈസൊക്കെ വന്നിട്ടില്ലേ. നീ എന്താണ് മേൻ? അത് മാത്രം കഴിച്ചാലല്ലേ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് മനസ്സിലാവും. ആ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓക്കെ. നേരത്തെ കളു പറഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറഞ്ഞാൽ തോന്നുന്നു. ഇത് കറക്റ്റാണ്, പക്ഷെ സ്പൈസി ഇല്ല. തായ്ലൻഡിന്റെ സ്പൈസിയാണ് പ്രതീക്ഷിച്ചത്, ആ സ്പൈസി ഇല്ല. ഇതൊരു മൈൽഡ് ആയിട്ടുള്ള സാധനം, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ തായ്ലൻഡിന്റെ തന്നെ സ്പൈസിയാണ് ശരിക്കും വരിക. നമുക്ക് കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും നമുക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ എരി കുറച്ചിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അവന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കുട്ടികൾക്കും പ്രായമായ അവനെ പോലെയുള്ളവർക്കും അതാണ് ഉദ്ദേശിച്ചത്. ഏട്ടന് എത്ര പ്രായോ ഒന്ന് പറയോ? ഈ വരുന്ന ചിങ്ങത്തില് 20 തകയും. അതിനിടയിൽ നമ്മളാരോട് പറയാണ്ട് കാര്യമായിട്ട് ആരോ എന്തോ തിന്നുന്നുണ്ട്. പിന്നെ ബ്രോ എന്താ തിന്നുന്നത്? ഇത് സ്പൈസി നൂഡിൽസ് ആണ്. പട്കീമ എന്ന് പറയുന്ന ഇതിന്റെ പേര്. പട്കീമാവോ? ഓക്കെ. ചിക്കൻ വന്നിട്ട് ചിക്കൻ ഉള്ള ഒരു ഇതാട്ടോ നൂഡിൽസ് ആണ്. ഭയങ്കര സ്പൈസിയാണ്, ഭയങ്കര ടേസ്റ്റും ഉണ്ട്. ബേസിൽ ലീവ്സ് ഉണ്ട് ഇതിനിടയിൽ, നല്ല ടേസ്റ്റാ. ബേസിൽ ലീവ്സ്. ഓക്കെ, കളിയാക്കാൻ നോക്കണ്. ഞാൻ കളിയാക്കല്ല, കാര്യത്തിൽ പറഞ്ഞാണ്. എങ്ങനെ? ബീഫ് ആൻഡ് സീ ഫുഡ് ചിക്കൻ, ബീഫ് സീ ഫുഡ് ചിക്കൻ എല്ലാം അവൈലബിൾ ആണല്ലേ? ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ട് എന്താണ് അവസ്ഥ? നല്ല സ്പൈസിയാ. കൊറേ ആയി ഞാൻ കഴിക്കുന്നു, ഇപ്പളാ അവര് കണ്ടെന്ന് മാത്രം. അടുത്തതാ നമ്മൾ അജയ് ബ്രോ പിന്നെ എന്തോ കഴിക്കുന്നുണ്ട്. ചിരിയണ്ട, ഒരു സന്തോഷം. ഞാൻ ഇതിന്റെ പേര്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചിക്കൻ ബാർബിക്യൂ ആണ് സംഭവം. പക്ഷെ ഇതിന് തായ്ലൻഡിൽ വേറെ പേരാണ് പറയുന്നത്, കൈപ്പോച്ചെന്നോ അങ്ങനെ എന്തോ ആണ്. ഞാൻ മറന്നു. ആ സിനിമയാണത്, സോറി, റിംബോച്ചൻ. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ഇതിന്റെ പേര് നമ്മൾ നോർമലി പറയുന്നത് ചിക്കൻ ബാർബിക്യൂ. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് സോസ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നൈസാണ്, പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളിത് ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്പി ഫീൽ നമുക്ക് ശരിക്കും കിട്ടും. അടിപൊളിയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇതിന്റെ കൊമ്പ് കുത്താണ്ടെന്ന് നോക്കണം കേട്ടോ. വേറെ കുഴപ്പമില്ല, അടിപൊളി സാധനം. ഇതാരും മൈൻഡ് ആക്കാണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ യമുന തിന്നിട്ട് അഭിപ്രായം പറയും. ഇത് നല്ല തോണിന്റെ സെറ്റപ്പിലാട്ടോ, വഞ്ചി അല്ലേ? പുന്നമടക്കായലിൽ ഇട്ടാൽ മതി. ഓക്കെ, യമുന ഒന്ന് പറഞ്ഞിട്ട്.
വഞ്ചി കയ്യിലെടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമുക്ക് 2 ജ്യൂസ് വന്നിട്ടുണ്ട്. ഈ ജ്യൂസ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇതാ നമ്മളാ 1.5 ലിറ്ററിൻ്റെ കുപ്പിൻ്റെ അതേ ഹൈറ്റാണ്. അപ്പോൾ യമുന പറ. അപ്പൊ ഈ സാധനത്തിന്റെ പേരാണ് ഫിഷ് പാൻ കേക്ക്. ഫിഷ് പാൻ കേക്ക് അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് നോക്കട്ടെ. നമ്മളെ നോർമൽ പാൻ കേക്ക് പോലെയാണോ? അതെങ്ങനെ ഫിഷ് എങ്ങനെ നോർമൽ പാൻ കേക്കിനെ പോലെ ആവാം? പാൻ കേക്ക് എന്താണ് അതിന് വലിയ ടേസ്റ്റ് ഇല്ലാത്ത എന്താ ഫ്ലഫി ആയിട്ടുള്ള സാധനല്ലേ? അതെ അതെ അതെ. അങ്ങനെ ഓക്കെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ ഫുഡിൽ എല്ലാവരും ഓരോന്നായിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നത് കേട്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവർ ഈ ഒരു ഡെസേർട്ട് ഭയങ്കര ഫേമസ് ആണ്. മാംഗോ സ്റ്റിക്കി റൈസ്. ഇതാ കുറേ റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കളിക്കുന്നുണ്ട്. അതിന് നല്ല സ്റ്റിക്കി റൈസെന്നും പിന്നെ ഈ മാംഗോ ഇതാ ഈ മാംഗോ എടുത്തിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ട് റൈസും കൂടി മിക്സ് ചെയ്തിട്ട് ഇതെന്താ ഫീലെന്നറിയാമോ? ചോറ് ചെറിയ ചൂട്, മാങ്ങ നല്ല തണുപ്പ്, പിന്നെ ഈ കാണുന്ന ഈ വെള്ള കളർ ഈ സോസ് പോലത്തെ ആണല്ലേ അത് നല്ല മധുരം. ഇതും മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഫീല്. സംഗതി നൈസ്, അടിപൊളി. എനിക്ക് തോന്നുന്നു ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഭയങ്കര വെറൈറ്റി അല്ലേ? അവസ്ഥ നോക്ക്. ഇതാണ് അതിന്റെ ഹൈ ക്ലാസ് വേർഷൻ. അതിന്റെ ലോ ക്ലാസ് വേർഷൻ കണ്ട ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇത് ഇങ്ങനെയായില്ലേ മാംഗോ സ്റ്റിക്കി റൈസ്? ഇതിങ്ങനെ ഇരുന്നിരുന്നേട്ടോ. ഈ വെള്ള കളർ സോസ് പോലെ സാധനമല്ലേ അത് തേങ്ങാപ്പാലാട്ട. യു മീൻ കോക്കനട്ട് വാട്ടർ? കോക്കനട്ട് മിൽക്ക്. ഓ സോറി. അപ്പൊ നിങ്ങൾ കഴിക്കാൻ ഇവിടെ അടുത്ത് വായി നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇവരത് തീർത്തിട്ട് വേണം എനിക്ക് അതിനകത്ത് കുത്താൻ. എനിക്ക് ഇപ്പോഴത്തെ അവസരം കിട്ടി. പുള്ളി മോനെ ഒരു രക്ഷയില്ല. ഇവിടെ അല്ലേ വേറൊരു സംഭവം കൂടി കേട്ടാ. ഇതെല്ലാ ടേബിളിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ വാട്ടർ എന്നുള്ളത് ഞെക്കുകയാണെങ്കിൽ സൗണ്ട് കേട്ടാ. ഇത് അവിടെ കാണിച്ചേ. അതായത് ടേബിൾ നമ്പർ 4 വാട്ടറിന് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ വേഗം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതേപോലെ നമ്മൾ അപ്പൊ ഒന്നും വരില്ലേ? ക്യാൻസൽ ആയല്ലോ. പിന്നെ നമുക്ക് ബില്ല് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബില്ല് വേണമെങ്കിൽ ബില്ല് ഞെക്കുക, അവർ ബില്ല് കൊണ്ടുതരും. നമ്മൾ ഞെക്കുന്നില്ല, നമുക്ക് ബില്ല് വേണ്ട. പിന്നെ സർവീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സർവീസ് ഞെക്കിയാൽ മതി. അതുപോലെ ഓർഡർ ചെയ്യാൻ നമ്മൾ വന്നിരുന്നിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി റെഡി ആയാൽ ഓർഡർ ആക്കുക. അല്ലാതെ ഇവിടെ വന്നിട്ടൊരു ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര കാമൻ ക്വയറ്റായിട്ട്. ഇവിടെ നമ്മളിരുന്നപ്പോൾ വലിയ കാമൻ ക്വയറ്റൊന്നും ഉണ്ടായില്ല, ഉള്ള ഒച്ചപ്പാടും വേളായിരുന്നു. പക്ഷേ നിങ്ങൾ വന്നിട്ട് നല്ല അധികം സംസാരിക്കാണ്ട് ഇത് ഞെക്കിയാൽ അവർ വന്ന് നിങ്ങളെ സെർവ് ചെയ്യും. അതൊരു ഡിഫറെൻറ്റ് സംഭവമാണ് അല്ലേ? അതെ. പിന്നെ റിയാക്ഷൻ ഇല്ലാത്ത ഇല്ല, ഇത് അജയ് ഇവിടെ വന്നപ്പോ തന്നെ ഫസ്റ്റ് നോട്ട് ചെയ്തൊരു സാധനം. ക്യാമറ ഇങ്ങോട്ട് പിടിക്കുക, അരമണിക്കൂറിനുള്ള ഉണ്ട്. ഒരു ബില്ലിന് ഞാൻ ഏകദേശം അത്രയും കൊടുക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട്. അജയ്, ഈ ഒരു കാര്യം അറിയോ? എന്താ? നമുക്ക് നാട്ടില് എല്ലാ ഫുഡും കിട്ടും, ഓക്കെ, എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. എന്താ? ഈ തിന്നുമ്പോ ഈ വളവളയിൽ ഇവന്റെ വർത്താനമില്ലേ, അത് ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ ഫോക്കസ് ചെയ്ത് വെച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കുവായിരുന്നു ഇവിടെ. പക്ഷെ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നമ്മള്. നിന്റെ സംസാരമില്ലേ ആളെടുങ്ങറാക്കുന്ന സംസാരമാണെങ്കിലും പക്ഷെ നല്ല രസമാണ്. അത് ഞങ്ങളിപ്പോ ഒരുമിച്ച് കൂടാണെന്ന് രാകേഷ് ഇല്ലെങ്കിൽ ഫോണിൽ ഇവന് വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിൽ ഞങ്ങൾ ഇങ്ങനെ ചുറ്റും ഇരിക്കും വർത്താനം പറഞ്ഞ് കേൾക്കാൻ. നമുക്കൊന്നും മിണ്ടണ്ട. അത് വെറുതെ തള്ളിയതല്ല, ശരിക്കും സത്യമായിട്ട് എങ്ങനെയാ. നമ്മള് കഴിഞ്ഞ വീക്കെൻഡിൽ എല്ലാരും കൂടിയപ്പോ രാകേശ്വരനെ വിളിച്ച് ഇങ്ങനെ ലൗഡ് സ്പീക്കർ വെച്ച്, കാരണം അവർ അബുദാബിയിലായിരുന്നു. അപ്പൊ നമുക്ക് കേട്ടോണ്ടിരിക്കാനല്ലേ. അതെന്റെ ഒരു മനസ്സന്തോഷം. എന്തോ എന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാവർക്കും പലർക്കും എന്നോട് വിദ്വേഷമൊക്കെ ഉണ്ട്. അതിന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുഴപ്പമില്ല, റൈസ് ഉണ്ട്, മാംഗോ റൈസ് മാത്രം വേണം. ഇതൊക്കെ കേൾക്കുമ്പോ യമുനക്ക് എന്താ പറയാനല്ലേ? ഏട്ടൻ ഏട്ടനൊരു സംഭവമാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പാത്തു പറഞ്ഞട്ടെ, എങ്ങനെയുണ്ട് നമ്മളെ ബാങ്കോക്ക് ടൗണും അതുപോലെ തായ് ഫുഡ് ഫസ്റ്റ് കഴിച്ചിട്ട്? ഞാൻ തായ് ഫുഡ് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറെ കൂടി വിചാരിച്ചത് സ്വീറ്റർ സൈഡ് ആയിരിക്കും എന്നാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി സ്പൈസിയർ സംഭവങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളെ കൂടെയുള്ള കുറേ ആൾക്കാർ തായ്ലാൻഡിലെ ഒത്തൻറ്റിക് തായ് ഫുഡൊക്കെ കഴിച്ചിട്ടില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് ആ പ്രോപ്പർ സെയിം ടേസ്റ്റാണ്. എസ്പെഷ്യലി ഈ സ്റ്റിക്കി റൈസും മാംഗോ ഒക്കെ കഴിച്ചപ്പോൾ അവർ പറഞ്ഞ് പ്രോപ്പർ അവിടെ നിന്ന് കിട്ടുന്ന സെയിം സാധനമാണെന്ന്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഷെഫും ബാക്കി
ഉള്ളിൽ കുക്കിംഗ് സെഷനിലുള്ള എല്ലാവരും തായ്ലാൻഡിൽ നിന്നുള്ളവരാണ്. പിന്നെ സർവീസിനുള്ളവരിൽ തായ്ലാൻഡിൽ നിന്നുള്ളവരുണ്ട്, പിന്നെ അതുപോലെ തന്നെ മലയാളീസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടും നമുക്ക് സ്പൈസ് ലെവലൊക്കെ കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ഇവർ ചെയ്ത് തരുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ടോമിയം സൂപ്പ് എന്നുള്ളത് എനിക്ക് കുറേ കാലം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സാധനമായിരുന്നു. അപ്പം അതും ഇന്ന് സാധിച്ച്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായി. അപ്പൊ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നു? യെസ്, എന്തായാലും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും വന്നിട്ട് ഇവിടുന്ന് ട്രൈ ചെയ്യാം. കാരണം തായ് ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ചൊരു ഇതുണ്ടാവും, കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഡിഫറെന്റ് ക്യുസീൻ ട്രൈ ചെയ്യുന്ന പോലെ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കോക്ക് ടൗണിന്റെ തൊട്ട് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ല, ഇനി എന്താ പരിപാടി? ഇനി ചായ. ചായ എന്നാ ചായ കുടിക്കാൻ പോവാ? റെഡിയല്ലേ? എടുത്തേക്കാന്ന് നമ്മൾക്ക് കരാമാവാത്തേക്കൂടെ അല്ല മംസാർ പോവാ. എവിടെയായാലും എന്നാ വാ, വണ്ടി ചായ കിട്ടുന്ന എവിടെയാണോ അവിടെ നല്ല നാടൻ ചായ. ബാ 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 ബാ. ഗൈസ്, അങ്ങനെ നമ്മൾ മംസാർ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇതോ അവിടെ അവർ ചായ കുടിക്കുന്നുണ്ട്. സ്പീഡിൽ പോയത്. അപ്പോൾ ഇൻട്രോ പറയാൻ വേണ്ടി ഇവനെ കൂട്ടിയ പോലെ ഞാൻ ഇവനെ കൂട്ടിയിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേ നമ്മുടെ വൈറ്റ് ലൈൻ. അപ്പോൾ ഇന്നും നമ്മൾ ഇട്ടത് നമ്മുടെ വൈറ്റ് ലൈൻ്റെ ടീഷർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഗിവ് അവേ, അതായത് ഒരു 6-ാം തീയതി നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ആ ഗിവ് അവേക്ക് ആരാ വിന്നർ എന്ന് വെച്ചാൽ ദേ ഈ കാണുന്ന ഈ കുട്ടിയാണ് ആദ്യം ജയിച്ചത്. പക്ഷേ ആ ഗിവ് അവേ നമ്മൾ കൊടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഗിവ് അവേ വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തപ്പോൾ നമ്മൾ ഉമ്മർ ബ്രോനാണ് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഉമ്മർ ബ്രോ എൻ്റെ ഷർട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, പിന്നൊരു കാര്യം നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മളെ ഗിവ് അവേ ഇപ്പോഴും ഓണാണ്. നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് ലൈൻ്റെ ഇൻസ്റ്റാഗ്രാം നമ്മൾ വൈറ്റ് ലൈൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫോളോ ചെയ്തോ, എന്തായാലും ഷർട്ട് കിട്ടും. അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കഴിച്ച ഒരു ഡിഷ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് ഏതാ ഡിഷ് എന്നുള്ളത് ഇന്നത്തെ ഡേറ്റിൽ വൈറ്റ് ലൈൻ ഇട്ട പോസ്റ്റ് പോയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്തായാലും ഒരു ഗിവ് അവേ ഷർട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ താഴെ വൈറ്റ് ലൈൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബാങ്കോക്ക് ടൗണിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാങ്കോക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. നൈസ് ഫുഡാണ്. ഇവനിപ്പോൾ കുറേ നേരം പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഒന്നും പറയാനില്ലാണ്ട്. എന്തെങ്കിലും ഒന്ന് പറ ബ്രോ. എല്ലാം പൊളിയാണ് ഈ പറഞ്ഞൊക്കെ നൈസാണ്. ആക്ച്വലി ഇന്നത്തെ ദിവസം ശരിക്കും നമ്മളെ ഫ്രണ്ട്സായിട്ട് ഇവരായിട്ട് നമുക്ക് ഒരുമിച്ച് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ഒരുമിച്ച് ചില്ല് ചെയ്യുന്നൊരു സീൻ ഇത്ര ഉണ്ടായിട്ടില്ല. റൂമിൻ്റെ അകത്ത് തന്നെ കുറേ പരിപാടികളുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് നമ്മൾ മൊത്തം ചെയ്ത് കൂട്ടിയത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ചായയും കുടിച്ച് നമ്മളെല്ലാവരും പിരിയുന്നിരിക്കും അല്ലേ? യെസ്, അതാണ് നമ്മൾ ഇന്നത്തെ ബേസിക്കലി ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കമൻറ്റോട് നിറയ്ക്കുക. യെസ്, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോ അല്ലേ? ചെയ്യാത്തവർ 2 വട്ടം ചെക്കണ്ട, 1 വട്ടം ചെക്കാം. അതെ, അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരുന്നതായിരിക്കും. ഇവൻ്റെ കൂടെ അല്ല കേട്ടോ, പാത്തുൻ്റെ കൂടെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് നാളെ. ചിലപ്പോൾ ഇവന് നാളത്തെ വീഡിയോയിലും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മറ്റേത് എന്തായാലും പറയണം, എന്നാലും സെറ്റ് ആവുമല്ലേ? സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ വീഡിയോ. യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ബൈ. ബൈ. അപ്പോൾ ശരി, ബൈ.